ഹലോ ഗൈസ്, ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട് മാറാൻ പോവുകയാണ്. എന്ത് മാറ്റം ചേട്ടൻ അറിഞ്ഞില്ലേ? എന്താണ് ഇന്നുണ്ടല്ലോ BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അവര് നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന വികസനങ്ങളുടെ പ്രകടന പത്രിക ഇന്ന് പ്രഖ്യാപിച്ചു അവര്. ഓഹോ, അപ്പൊ അങ്ങനെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടോ? നമ്മൾ സാധാരണക്കാർക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ആഹാ, അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ? പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് അവർ കൊടുക്കുന്നുണ്ട്. എന്തിനെന്നറിയാമോ? പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും മരുന്ന് വാങ്ങാനും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ ഇല്ലായിരിക്കും ചേട്ടാ. എല്ലാ കാർഷിക വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു. സ്ത്രീകൾക്ക് ആനുകൂല്യം പറഞ്ഞിട്ടുണ്ട്, കർഷകർക്ക് ആനുകൂല്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദൈവങ്ങളെ തൊട്ട് കളിക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ പോലുള്ള ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ? ശബരിമലയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ചേട്ടാ, ശബരിമല മാത്രമല്ല, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും അവർ സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നുണ്ട്. എങ്ങനെയെന്നോ? ഇനി മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തർക്കാണ് കൂടുതൽ മുൻഗണന. പിന്നെ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രവുമല്ല, ശബരിമല അടിസ്ഥാന സൗകര്യ മിഷൻ ഉടനെ നടപ്പിലാക്കും. വനിതകൾക്കായി, കർഷകർക്കായി, ഭക്തർക്കായി. അപ്പൊ പിന്നെ ഈ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും കാര്യം അതിനകത്ത് പറഞ്ഞിട്ടോ? അതുകൊണ്ട് ചേട്ടാ, എല്ലാ മലയാളികളെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. കുറെ കാലമായി പറയുന്നു എയിംസ് വരും എന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിനകത്തുണ്ടോ, പറയുന്നുണ്ടോ? ചേട്ടാ, കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് വരാൻ പോകുന്നു. ഓഹോ, ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ വനിതകൾക്ക് എന്തെങ്കിലും ഉണ്ടോന്ന്. ഇനി മുതല് പാവപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാ വനിതകൾക്കും ക്രിസ്മസിനും ഓണത്തിനും സൗജന്യമായിട്ട് LPG സിലിണ്ടർ നൽകും. കഴിഞ്ഞിട്ടില്ല ചേട്ടാ, നമ്മുടെ കേരളത്തിലെ ഓരോ വീട്ടിലും സൗജന്യമായിട്ട് 20,000 ലിറ്റർ കുടിവെള്ളം നൽകും. ഓക്കെ, അതൊക്കെ ശരി, എല്ലാം ഓക്കെയാണ്. പക്ഷേ പാവങ്ങളായിട്ടുള്ള ഈ വയസ്സായവരെ മറന്നു പോകരുത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും, സാധാരണ പെൻഷനാണല്ലോ അവരുടെ ആശ്രയ കേന്ദ്രം, ആ പെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യം എന്തെങ്കിലും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ചേട്ടാ, അവരെങ്ങനെ തള്ളിക്കളയും തോന്നുന്നുണ്ടോ? പാവപ്പെട്ട കുടുംബങ്ങളിലെ വീട്ടമ്മമാർക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3000 രൂപയാണ് ക്ഷേമ പെൻഷൻ. ശരി, എല്ലാം ശരി. കേരളത്തിലെ സ്വപ്ന പദ്ധതി എന്ന് വാഴ്ത്തപ്പെടുന്ന ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചോ നേമം റെയിൽപാതയെക്കുറിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? എന്റെ പൊന്നു ചേട്ടാ, അതൊക്കെ ഉണ്ട്. വിഴിഞ്ഞത്തെ പ്രധാന വ്യാവസായിക കേന്ദ്രമായി വികസിപ്പിക്കും. ഷിപ്പ് റിപ്പയർ മറൈൻ എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ, നേമം യാർഡ് മുതൽ വിഴിഞ്ഞം പോർട്ട് വരെ എലിവേറ്റഡ് ഡബിൾ റെയിൽ പാത, വിഴിഞ്ഞത്തിന് ചുറ്റും പ്രത്യേക വ്യാവസായിക ഇടനാഴി എന്നിവ സ്ഥാപിക്കും. ചേട്ടൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ തൊഴിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ആളുകളുടെ കാര്യം ചേട്ടൻ മറന്നുപോയില്ലേ? അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞ പലിശയിൽ 1 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാകുന്ന എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം നടപ്പിലാക്കും. സർക്കാർ സ്കൂളുകൾ കുട്ടികളെ കൂടെ മറന്നു പോകരുത്. സർക്കാർ സ്കൂളുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഈ പ്രകടന പത്രികയിലുണ്ടോ? എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും +2 വരെ ഇംഗ്ലീഷ് പഠനം സൗജന്യമാക്കും. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്. ഇനിയിപ്പോൾ കേരളം BJP പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി എന്തെങ്കിലും പദ്ധതികളുണ്ടോ? തിരുവനന്തപുരം മാത്രമല്ല, NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും പ്രത്യേകമായ വികസന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി സ്വപ്നം കണ്ട IT മേഖലയിലെ വികസനം തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കും. കൊച്ചി ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ തലസ്ഥാനം, കോഴിക്കോട് ഹെൽത്ത് കെയർ മെഡിക്കൽ ഇന്നോവേഷൻ ഹബ്ബ്, തൃശൂർ സാംസ്കാരിക വിനോദസഞ്ചാര തലസ്ഥാനം, കൊല്ലം ബ്ലൂ ഇക്കണോമി ക്ലസ്റ്റർ, കണ്ണൂർ ഡിഫൻസ് ഇന്നോവേഷൻ ഹബ്ബ്. ഇപ്പൊ എന്ത് തോന്നുന്നു? ശരിയാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന രാജ്യം കണ്ട ഏറ്റവും നല്ല IT വിദഗ്ധന്റെ സിരകളിൽ ഉദിച്ച ബുദ്ധിയുടെ പ്രഭാവം കേരളത്തിൽ വികസിത കേരളം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന BJPക്ക് ഈ മാനിഫെസ്റ്റോ മുതൽക്കൂട്ടാണ്. NDA അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും സാധാരണക്കാരൻ്റെ ചിന്തകൾ ഉയർന്ന സാധാരണക്കാരനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന എല്ലാവിധ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ മാനിഫെസ്റ്റോ NDAയെ വിജയത്തിലെത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതെ, മാറാത്തത് മാറും. NDA ജയിക്കും, ഭരണത്തിൽ വരും.